ഒരിക്കൽ മരണവും ന്യായവിധിയും ദൈവം നിശ്ചയിച്ചു. ദൈവ മുൻപിൽ നിൽക്കുമ്പോൾ നീ മറുപടി പറയേണ്ടതുണ്ട്. ദൈവ മുൻപിൽ നിൽക്കുമ്പോൾ നീ മറുപടി പറയേണ്ടതുണ്ട്. കർത്താവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് 49-ാം സങ്കീർത്തനം, അതിൻ്റെ 5 മുതലുള്ള വചനഭാഗങ്ങൾ നമുക്ക് വായിക്കാം. അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധി പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാൾ സാധിക്കില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇത് സ്വയാശ്രക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയ്ക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളം അവരുടെ പാർപ്പിടം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. വചനഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ, അകൃത്യം തൻ്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളരുന്ന ദുഷ്കാലത്ത് ഞാൻ ഭയപ്പെടുന്നത് എന്തിന്? അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു. സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുക്കുവാനോ ആർക്കും കഴിയില്ല എന്ന് പറയുന്ന ഈ ആത്മസത്യങ്ങൾ നിറഞ്ഞ ഈ വചനഭാഗങ്ങളെ നമ്മളൊന്ന് ഗ്രഹിച്ചു നോക്കിയാൽ, ദൈവമക്കളെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും ഹല്ലേലൂയ സ്തോത്രം ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് എന്താ ദൈവമക്കളെ ഈ ലോകത്തെടുത്തു പറയാനൊന്നുമില്ല. വചനത്തെ നമ്മൾ കേൾക്കുകയാണെങ്കിൽ അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത്, അത് ഒരു നാൾ സാധിക്കുകയില്ല. ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോവുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ. അതൊക്കെ തന്നെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരും തലമുറകളും അതൊക്കെ തന്നെയല്ലേ കാണാനിരിക്കുന്നതും. 11-ാം വാക്യം പറഞ്ഞു, തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായി നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം. തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു, എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കുകയില്ല. അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ. ഇതൊന്നും എല്ലാവരും ഒന്നും ചിന്തിക്കുന്നില്ലല്ലോ ദൈവമക്കളെ. ഇത് സ്വയാശ്രക്കാരുടെ ഗതിയാകുന്നു. അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു. അവരെ പാതാളത്തിന് ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു. മൃത്യു അവരെ മേയ്ക്കുന്നു. നേരുള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും. അവരുടെ രൂപം ഇല്ലാതെയാകും. പാതാളവരുടെ പാർപ്പിടം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. ഈ 15-ാം വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യം. എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും. അവൻ എന്നെ കൈക്കൊള്ളും. സ്തോത്രം. ആ വചനത്തിൽ വേരൂന്നി നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി ആരാധിച്ചും മഹത്വപ്പെടുത്തിയും സ്തുതിച്ചും പോകാനിടയാകട്ടെ. ഈ മക്കളെ, മനുഷ്യജീവിതം എന്ന് പറഞ്ഞാൽ ഇന്ന് കണ്ട് നാളെ പാടുന്ന പൂക്കളെ പോലെയുള്ളൂ. ഇതിലേക്കൊക്കെ നമ്മൾ നോക്കിയാൽ, ഈ വചനഭാഗത്തിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്കെന്ത് നിലയും വിലയും ഉണ്ട് ദൈവമക്കളെ. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചാൽ മതി. ഈ ഭൂമിയിലെല്ലാം വാരിക്കൂട്ടിയാലും എന്നാലും എല്ലാവർക്കും ജീവിതത്തിൽ ആവശ്യങ്ങളാണ്. വീട് ആവശ്യമുണ്ട്, ജോലി ആവശ്യമുണ്ട്, മക്കൾക്ക് വേണ്ടി കരുതേണ്ട ആവശ്യമുണ്ട്. അതെല്ലാവരുടെ ഒരു കടമയാണ്, കർത്തവ്യമാണ്. എന്നിരുന്നാലും ഒന്ന് നമുക്ക് ഓർക്കാം, എന്തൊക്കെ നമ്മൾ സമ്പാദിച്ചാലും ഇതെല്ലാം കർത്താവിൻ്റെ ഒരു വിളിക്ക് മുമ്പിൽ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ട് പോകേണ്ടവരാ. ദൈവത്തിന് സ്തോത്രം. അത്രയും കാലം കർത്താവിനെ അറിഞ്ഞും അനുഭവിച്ചുകൊണ്ടും ദൈവത്തെ ആരാധിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ട് പോകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, കരുണാസമ്പന്ന എൻ്റെ സ്വർഗീയ നല്ല ദൈവമേ, എൻ്റെ കർത്താവേ, ലോകത്തിൽ എന്തെല്ലാം നേടിയാലും ആത്മാവിനെ നേടിയില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഇന്ന് അനുഭവിച്ചറിയുന്ന കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്ത് കർത്താവ് വീണ്ടെടുത്തത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ദൈവം തന്ന നന്മകളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ല കർത്താവേ. ദൈവം തന്നതെല്ലാം
ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടി തരുവാനുള്ളത് മാത്രമാണപ്പാ. എൻ്റെ കർത്താവേ, അങ്ങ് നൽകിയ സകല നന്മകൾക്കായി നന്ദിയോടെ സ്തോത്രം. സകലവും അങ്ങയുടെ പാദപീഠത്തിലേക്ക് താഴ്ത്തി വയ്ക്കുന്നു കർത്താവേ. വിശ്വസ്തയോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണേ. വിശ്വാസത്തിൽ നിലനിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ കർത്താവിനെ ആരാധിച്ചും മഹത്വപ്പെടുത്തിയും എൻ്റെ കർത്താവെ അങ്ങേക്ക് വേണ്ടി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നപ്പ കൃപയോടെ കേൾക്കണമേ. ആമേൻ. യേശുവേ സ്തോത്രം.